ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വീക്കെൻഡായിട്ട് ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ് എൻ്റെ കസിനെ കാണാൻ വേണ്ടി. അങ്ങനെ ട്രെയിൻ കാത്തിരിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ ട്രെയിൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. അങ്ങനെ ഞാൻ ഓരോ ട്രെയിൻ പോകുന്നത് നോക്കി അവിടെ നിന്ന് ലാസ്റ്റ് ഞങ്ങളുടെ ട്രെയിൻ വന്നു. അതിനകത്ത് ചാടിക്കയറി നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോയി. അങ്ങനെ എത്തുന്നതിന് മുമ്പ് ട്രെയിനിലെ മിററിൽ നോക്കി ഒരു സെൽഫി വീഡിയോയും എടുത്ത് അങ്ങനെ ഓട്ടോയിൽ കയറി അവരുടെ വീട്ടിലോട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെത്തി. പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചലഞ്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മേടിക്കാൻ പോവാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എൻ്റെ വോയിസ് കേട്ട് നടത്തില്ല, ഇനി വേറെ ആളുടെ വോയിസ് കേൾക്കാം. ഹായ് ഗായ്സ്, ഇത്രയും നേരം എൻ്റെ ചേച്ചിയുടെ സൗണ്ടിലേക്ക് കേട്ട് ഇനി എൻ്റെ സൗണ്ട് കേൾക്കാം. ചലഞ്ചിനുള്ള സാധനം മേടിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. ചലഞ്ചിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഞങ്ങളുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ വൈകിട്ടായപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് പുറത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മളെല്ലാവരും കൂടി വൈകിട്ട് ഫോട്ടോ എടുക്കാനും പിന്നെ അമ്പലത്തിലും ഒക്കെ ആയിട്ട് പോവാണ്. പിന്നെ ചുടുചുടായിട്ടല്ലേലും ചേച്ചിയുടെ ഒരു ക്യാൻഡിഡ് വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിച്ചത്, പക്ഷെ അതായില്ല. ഞാനും അപ്പയായിട്ടുള്ളൊരു ചെറിയൊരു സ്നേഹപ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുണ്ട് ഒന്നല്ലേ. പാനിപ്പൂരി കഴിക്കാൻ പോവാണ്. എവിടെ ഇനി കുറച്ചുകൂടി ദൂരം നടന്നു കഴിഞ്ഞാൽ എവിടെ എത്തും? ഫ്രണ്ടിൽ അവൻ്റെ ഫ്രണ്ടില് പാനിപ്പൂരി മേടിച്ചു ഗൈസ്. ഇതാണ് ഇവിടുത്തെ പാനിപ്പൂരി. അങ്ങനെ നമ്മൾ എവിടെ എത്തി? ഫ്രണ്ടിലെത്തി. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ പട്ടിയുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ കടയിൽ പിന്നെ അവിടുത്തെ എസ്തെറ്റിക് വീഡിയോസ് ഞാൻ അതുപോലെയൊക്കെ എടുക്കാനൊക്കെ നോക്കി. എല്ലാ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ നമ്മളൊന്നും മേടിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ നടന്ന് അപ്പുറത്തെ മീനുകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി. അവിടെ പിന്നെ ഒരുപാട് വലിയ വലിയ മീനുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇതൊക്കെ എൻ്റെ അനിയത്തിയുടെ കലാവിരുദ്ധ. കുറച്ച് എസ്തെറ്റിക് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഓട്ടോയിൽ കയറാൻ നേരെ സുടുസുട ഇഡലിയിൽ പോയി. ഇതും ഞാൻ 3ാമത്തെ വട്ടമാണ് സുടുസുടയിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് പറ്റിയത്. പിന്നെ അവിടെ നമ്മൾ ഓർഡറൊക്കെ ചെയ്തു. ദോശയും പൊടി ഇഡലിയും കോഫിയും ഒക്കെ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തു. പൂച്ചശാബ് സ്പെഷ്യൽ പൊടി ദോശയാണ് ഗൈസ്. ആണ് ഞാൻ വളർത്തുന്ന എൻ്റെ പെറ്റ് മീൻകുട്ടികൾ. നമ്മൾ രണ്ടുപേരും കൂടി ഇനി ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവാണ്. അതാണ് ഇന്നത്തെ പരിപാടി. ഇനി നമ്മളിത് റീപ്ലേസ് ചെയ്ത് അതിന് ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോവാണ്. എൻ്റെ വീട്ടിൽ ക്ലോറിൻ വെള്ളമാണ്. അതുകൊണ്ട് ഈ മരുന്ന് ഞാൻ ആദ്യമേ യൂസ് ചെയ്തതിന് ശേഷമേ മീനുകളെ മാറ്റത്തുള്ളൂ. അപ്പോഴാണ് ഞാൻ ഒരു മീൻകുട്ടി ചത്തുപോയ കാര്യം ശ്രദ്ധിച്ചത്. 4-5 ദിവസം മുമ്പ് അതിനൊട്ടും വയ്യായിരുന്നു. അതിനെ മാറ്റിയതിന് ശേഷം ഞാൻ ബാക്കി പരിപാടികളെല്ലാം ചെയ്തു തുടങ്ങി. സോ അവൾ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പോയ സമയത്ത് ഫിഷിനെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് മാറ്റി ഇനി ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവാം. ആദ്യം നമുക്ക് ഈ ഫിൽറ്റർ അതിനെടുത്ത് ക്ലീൻ ചെയ്യണം. ഇനി നമുക്ക് ടാങ്കിൽ നിന്ന് പെബിൾസ് എല്ലാം എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്യാം. പെബിൾസ് എല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ടാങ്ക് മുഴുവനും നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഫിൽറ്റർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പെബിൾസ് ഇടാം. ഇനി ഇതെടുത്ത് നമുക്ക് പഴയ പ്ലേസിലേക്ക് കൊണ്ടുവയ്ക്കാം. എൻ്റെ വീട്ടിലെ വെള്ളത്തിന് ക്ലോറിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളം 2 ദിവസമേ മുന്നേ എടുത്തു വയ്ക്കും. അതിന് ശേഷമേ ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ. ഇനി നമുക്ക് പതിയെ വെള്ളം ഒഴിക്കാം. ഇത് ഞാൻ ക്ലോറിൻ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു 1 ഡ്രോപ്പ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ ഇട്ട് ഒരു 5 മിനിറ്റ്സ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് മീൻകുട്ടികളെ ഓരോന്നായിട്ട് നമുക്ക് ടാങ്കിലേക്ക് മാറ്റാം.
ഇറങ്ങുന്ന തിരക്കിലായതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ കൊല്ലത്തോട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളേ. ബായ്.